പി കെ ലേണിങ്സിൻ്റെ PVQ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പിസോഡ് 2ലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി PYQ സീരീസ് എപ്പിസോഡ് 2 ഇന്ന് നമ്മൾ നോക്കുന്നത് കോസ്റ്റൽ പ്ലെയിൻസ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യം കോസ്റ്റൽ പ്ലെയിൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നുകൂടി പറയാം, പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ സവിശേഷത, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്നും നോർത്തേൺ പ്ലെയിൻസ് എന്നും പ്ലേറ്റ്യൂ എന്നും കോസ്റ്റൽ പ്ലെയിൻസ് എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ കോസ്റ്റൽ പ്ലെയിൻസിനെ നമ്മൾ എന്താണ്, തീരസമതലത്തിന് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പടിഞ്ഞാറൻ തീരസമതലം, പശ്ചിമ തീരസമതലം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പോൾ ഓൾറെഡി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഉണ്ടാവും, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ടാവും, കിഴക്കൻ തീരസമതലം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് സ്ഥാനം, ഭൂപ്രകൃതി, സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ നോക്കിക്കേ, ഈ പിക്ചറിൽ നോക്കിക്കേ, ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഗുജറാത്ത് തീരം, ഇത്രയും വരുന്ന ഗുജറാത്ത് തീരം, ഇത്രയും വരുന്ന കൊങ്കൺ തീരം, ഇത്രയും വരുന്ന മലബാർ തീരം. ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ കിഴക്കൻ തീരസമതലത്തിനെ നോക്കിക്കേ, നോർത്തേൺ സിർക്കാർ തീരം, വടക്കൻ സിർക്കാർ തീരം, കോറമണ്ടൽ തീരം, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായി. നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമ തീരം എന്ന് പറയുമ്പോഴത്തേക്കും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിൽ മധ്യഭാഗം വരുന്നത് ഏതാണ്? കൊങ്കൺ തീരമാണ് അല്ലെ? ആൻസർ ഡി ആണ് ഇവിടെ വരുന്നത്. ആൻസർ ഡി ആണ്. LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് STOL അതിന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡി, കൊങ്കൺ തീരമാണ്. ഇനി നമുക്ക് ഓരോ തീരത്തിനെയും കുറിച്ച് നോക്കാം. അതായത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താണ് അതിൽ പറയുന്നത്? അതായത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് നോക്കിക്കേ, അറബിക്കടലും ഇവിടെ നമുക്ക് എന്ത്, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗട്ട്സിനും ഈ കാണുന്ന അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എവിടെയായിരിക്കും? ബംഗാൾ ഉൾക്കടലിനും ഈസ്റ്റേൺ ഗഡിനും അല്ലെ, വെസ്റ്റേൺ ഗഡ്സ് ഇപ്പുറത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈസ്റ്റേൺ ഗഡ്സിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. താരതമ്യേന എന്താണ് ഇവിടെ? വീതിക്കുറവ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പല എക്സാമുകൾക്കും വന്നിട്ടുണ്ട്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനാണോ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനാണോ വീതി കൂടുതൽ, കുറവ് എന്നുള്ളത് നമ്മൾ നന്നായി നോക്കി വെച്ചിരിക്കേണ്ടതാണ്. താരതമ്യേന എന്താണ്? വീതി കുറവാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെയാണ് തിരിക്കാൻ പറ്റുന്നത്. നോക്കിക്കേ, ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം, ഇങ്ങനെയാണ് മലബാർ തീരം എന്നാണ് തരംതിരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. എന്താണ് കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത്? ബംഗാൾ ഉൾക്കടലിനും ഈസ്റ്റേൺ ഗഡ്സിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഉള്ളത്. സുന്ദർബൻ ഏരിയ തൊട്ട്, സുന്ദരവനത്തിന്റെ പ്രദേശം തൊട്ട് കന്യാകുമാരി, ഇപ്പൊ രണ്ടും കന്യാകുമാരിയിൽ വെച്ച് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കന്യാകുമാരി വരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അപ്പൊ ഇത് ഏതിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലിനും ഈസ്റ്റേൺ ഗഡ്സിനും, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് താരതമ്യേന കൂടുതലാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ വീതി എന്ന് പറയുന്നത് താരതമ്യേന ഇതിനെ സംബന്ധിച്ച് എന്തായിരിക്കും? വീതി കുറവായിരിക്കും. ഇനി ഇതിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട്. അതായത് ഒരുപാട് റിവേഴ്സ് അല്ലെ ബേ ഓഫ് ബംഗാളിലേക്കാണ് ചെന്ന് പ്രവേശിക്കുന്നത്. അതുപോലെ ഹിമാലയൻ റിവേഴ്സ്, വലിയ ഹിമാലയൻ റിവേഴ്സ് ഒക്കെ ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് പ്രവേശിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത്
ഇവിടെ എന്ത് രൂപീകരിക്കുന്നുണ്ട്? ഡെൽറ്റ രൂപീകരിക്കുന്നുണ്ട്. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സർക്കാർ തീരസമതലം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും തരംതിരിവുകളും നമ്മൾ നോക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെയും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെയും തരംതിരിവ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്തത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏതെന്നാണ്. വാദം എന്ന് പറയുമ്പോൾ വിൻഡ്, ലോക്കൽ വിൻഡ്, പ്രാദേശിക വാദം, ലോക്കൽ വിൻഡ്. ഇന്ത്യയിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത ലോക്കൽ വിൻഡ് ഏതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഫൊന്നുണ്ട്, ഓപ്ഷൻ ബി മാംഗോ ഷവർ ഉണ്ട്, ഓപ്ഷൻ സി കാൽബൈശാഖി ഉണ്ട്, ഓപ്ഷൻ ഡി ലൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഫൊൻ എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ലോക്കൽ വിൻഡ് എന്നുള്ളത് നോക്കാം. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം, അതായത് നമുക്ക് ഗ്ലോബലി കാണുന്നതായിട്ടുള്ള അല്ലെ ഗ്ലോബൽ വിൻഡുകൾ അല്ലെ പ്രിവൈലിംഗ് വിൻഡ്സ് ഒന്നും അല്ല, അതൊരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന, താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന കാറ്റുകളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക്കൽ വിൻഡ്, പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഫൊൻ യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂറോപ്പിലെ ആൽപ്സിന്റെ ചെരുവിലൂടെ വീശുന്നതാണെങ്കിൽ അത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതാണോ? അല്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഫൊൻ ആണ്. താഴെ പറയുന്നത് ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതെന്ന്. അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടാത്തത് ഫൊനാണ്. അപ്പൊ ബാക്കിയുള്ള നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസിൽ വരുന്നതാണ് ലൂം, അതുപോലെ തന്നെ കാൽബൈശാഖിയും, അതുപോലെ തന്നെ എന്താണ് മാംഗോ ഷവറും. അപ്പോൾ ലൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണല്ലേ. കേരള PSCയുടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്നൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ലൂ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ നോർത്തേൺ പ്ലെയിൻസിൽ വീശുന്നതാണ്. ഇപ്പൊ ലൂവിനെ പറ്റി നോക്കാം. ലൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. അപ്പൊ ഇതിന്റെ തീവ്രത എന്ന് പറയുന്നത് കൂടുതലും, അതായത് ശക്തമാവുന്നത് മെയ് ജൂൺ സമയങ്ങളിലാണ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇതിന്റെ ഡയറക്ഷൻ. ഇതുപോലെ ഡൽഹി പാട്ന ഏരിയയിലൊക്കെ ഇതിന്റെ ഒരു തീവ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇത് വളരെ കൂടുതലാവുന്ന, തീവ്രമാകുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളാണ്. അതാണ് ലൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. എന്താണ് കാൽബൈശാഖി എന്ന് പറയുന്നത്? കാൽബൈശാഖി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലും അതുപോലെ ആസാമിലും ഉണ്ടാകുന്ന ഒരു കാറ്റാണ് ഏതെന്ന് പറയുന്നത്? കാൽബൈശാഖി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് നോക്കാം? അപ്പൊ നമ്മൾ ലൂ നോക്കി കഴിഞ്ഞു. അടുത്തത് കാൽബൈശാഖി നോക്കാം. അതായത് വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ ഇത് അതായത് ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ വളരെ ശക്തമായ ഇടിയോടുകൂടി ഒരു മഴ ആണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്, കാൽബൈശാഖി സമയത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ചണം, നെല്ല് ഇങ്ങനെയുള്ള വിളകൾക്കൊക്കെ വളരെ ആവശ്യമാണ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാറ്റോട് കൂടിയ മഴയാണ് ഇതെന്ന് പറയുന്നത് കാൽബൈശാഖി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നോർവെസ്റ്റർ എന്നും അറിയപ്പെടാറുണ്ട്. അതുപോലെ പറയുന്നുണ്ട് വെസ്റ്റ് ബംഗാളും ആസാമിലുമാണ്. അപ്പൊ ഇത് ആസാമിൽ ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? ബർദോളി ചീര എന്നാണ് അറിയപ്പെടുന്നത്. ബർദോളി ചീര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് മാംഗോ ഷവർ. ഇത് കേരളം കർണാടകത്തിലേക്ക് ഈ ഒരു കാറ്റ് വീശാറുണ്ട്. അതായത് കേരളത്തിലും കർണാടകത്തിലും എത്തുന്നതാണ് മാംഗോ ഷവർ. അതായത് മാമ്പഴം അതിന്റെ ഒരു സമയത്തിന് മുന്നേ, അതായത് വേനൽ സമയം, അതായത് അതിന്റെ ഒരു പൂർണ്ണതയിലെത്തും മുന്നേ ഇത് പൊഴിഞ്ഞു പോകുന്നുണ്ട്. മാംഗോ ഷവർ എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കേരളം കർണാടകത്തിലൊക്കെയാണ് ഈ മാംഗോ ഷവർ രൂപപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് എ ടൈഗർ റിസർവ്. അപ്പോൾ നമ്മളിപ്പോൾ ടൈഗർ റിസർവ് ആണെങ്കിലും നാഷണൽ പാർക്ക് ആണെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ പഠിക്കുമ്പോൾ ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. കാര്യം ഇത് വന്നിട്ട് ഈ ജോഗ്രഫിയിലൊക്കെ എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൂനോ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോൾ ഏതെങ്കിലും റാംസാർ സൈറ്റിൽ എങ്ങനെ വന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഇപ്പോൾ റീസെന്റ് കറണ്ട് അഫേഴ്സിലൊക്കെ ഉള്ളതാണെങ്കിൽ അതും ഓർത്ത് വെച്ചിരിക്കുക. അത് ഏത് സംസ്ഥാനത്താണെന്നും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2020 ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ, അത് റീഡർ കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് ആ ഒരു എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് എ ടൈഗർ റിസർവ്. അത് ഏത് സംസ്ഥാനത്ത്, ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? രാജസ്ഥാനാണ് സരിസ്ക. അതിൽ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് എ ടൈഗർ റിസർവ് ഇൻ രാജസ്ഥാൻ, എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് ബംഗാൾ ടൈഗേഴ്സ് ആൻഡ് ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ് അണ്ടർ പ്രോജക്ട് ടൈഗർ. അതായത്
പ്രോജക്റ്റ് ടൈഗറിൽ എന്താണ് ഈ ഒരു ബംഗാൾ ടൈഗറിനെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ഒരു ടൈഗർ റിസർവ് കൂടിയാണ്. ടൈഗർ റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് സരിസ്ക എന്ന് പറയുന്നത്. അപ്പൊ സരിസ്ക ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആൽവാർ ഡിസ്ട്രിക്ട്, രാജസ്ഥാനിൽ തന്നെ ആൽവാർ ഡിസ്ട്രിക്റ്റിൽ, അതും ആരവല്ലി വിത്തിൻ ദ ആരവല്ലി റേഞ്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. സരിസ്ക ഇസ് വൺ ഓഫ് ദ 5 ടൈഗർ റിസർവ് ഇൻ രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ 5 ടൈഗർ റിസർവുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് സരിസ്ക. അത് ബാക്കിയുള്ളതെന്ന് പറയുന്നത് രത്തൻപൂർ, മുകുന്ദ്ര, രാംഗഡ് വിഷധാരി ആൻഡ് ധോൽപൂർ ഖരൗലി. ഇതാണ് 5 ടൈഗർ റിസർവ്, രാജസ്ഥാനിലുള്ള 5 ടൈഗർ റിസർവ്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, സരിസ്ക എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനിലുള്ള ഒരു ടൈഗർ റിസർവ്, പ്രോജക്റ്റ് ടൈഗറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടൈഗർ റിസർവ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് സരിസ്ക എന്ന് പറയുന്നത്. അപ്പൊ ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ ആർ സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി കൺസർവേഷൻ ഓഫ് ദി എൻഡേഞ്ചേർഡ് ബംഗാൾ ടൈഗേഴ്സ് ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റ്. നേരത്തെ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഈ പ്രോജക്ട് ടൈഗർ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് നമുക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ടൈഗറും അവരുടെ തന്നെ എന്താണ് പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ, ആ ഒരു ആവാസ വ്യവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടിയാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു പ്രോജക്റ്റ് ടൈഗർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ടൈഗറിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ടൈഗർ റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് സരിസ്ക എന്നുള്ളത് നമ്മൾ നോക്കി. ടൈഗർ റിസർവ് ആർ ക്രിയേറ്റഡ് അണ്ടർ ദ പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച് ഇൻ 1973 ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദേ ആർ മാനേജ്ഡ് ബൈ, ഈ ഒരു മാനേജ് ചെയ്തിരിക്കുന്നത് ആരാ, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അണ്ടർ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ്. ഇപ്പൊ നിലവിൽ നമുക്ക് ലേറ്റസ്റ്റ് ഒരു കണക്കനുസരിച്ച് ഇന്ത്യക്ക് എത്ര ടൈഗർ റിസർവ് ഉണ്ട്, ഇന്ത്യയിൽ 58 ടൈഗർ റിസർവുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ 58 ടൈഗർ റിസർവുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ടൈഗർ റിസർവുകളുടെ എണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിക്ചറിൽ. നേരെ നോക്കുക, കോർബറ്റ്, രാജാജി, മുകുന്ദ്ര, ഇതെല്ലാം രാജസ്ഥാനിലുള്ളത് നമ്മൾ പറഞ്ഞു. രത്തൻപൂർ, ധോൽപൂർ, ഖരൗലി, സരിസ്ക, രാംഗഡ് വിഷധാരി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സംസ്ഥാനം, മധ്യപ്രദേശിനാണെങ്കിലോ ബാന്ധവ്ഗഡ്, കൻഹ, പന്ന, പെഞ്ച്, സഞ്ജയ് ദുബ്രി, സത്പുര, രഥപാണി, മാധവ് നാഷണൽ പാർക്ക്, വീരാങ്കന, അങ്ങനെ ഒരുപാട് ഓരോ സംസ്ഥാനത്തിനും ഒരുപാട്, അങ്ങനെ 58 ടൈഗർ റിസർവുകളാണ് നമുക്കുള്ളത്. ഈ ഒരു പിക്ചർ നോക്കുക. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. ഇരവികുളത്തിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്, ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, LP സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇരവികുളത്തിന് എന്ന 1978 അപ്പൊ ഇരവികുളം പ്രദേശം 1975 എന്താകുന്നുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആകുന്നുണ്ട്. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്, 75 എന്താണ് ആകുന്നത്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി പിന്നെ 78 ആകുമ്പോൾ എന്താകുന്നുണ്ട്, നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാഷണൽ പാർക്കുകൾ, നമ്മൾ കേരളത്തിലുള്ള മെജോറിറ്റി നാഷണൽ പാർക്കുകൾ എവിടെയാണ് ഉള്ളത്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇതോടെ ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള, അല്ലെ ആദ്യത്തെ നാഷണൽ പാർക്കായിട്ട് എന്ത് മാറി, ഇരവികുളം മാറി. ഏത് വർഷം, 1978 മാറിയിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഷോല പുൽമേടുകൾ സംരക്ഷിക്കുന്നതിനും വരയാടിനെ, നമുക്കറിയാം അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതിന്, വരയാടിനെ സംരക്ഷിക്കാനായിട്ട്, അല്ലെ വരയാടുകൾ കാണപ്പെടുന്ന നാഷണൽ പാർക്ക്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ വരയാടിനെ, നീലഗിരി ടാറിനെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ദേശീയോദ്യാനം സ്ഥാപിച്ചതും ഇവിടെയാണ്, 1978. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ലിറ്റിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗീർ, ഗുജറാത്ത്. ദാങ്സ്, ഗുജറാത്ത്. പഞ്ച്മഹൽ, ഗുജറാത്ത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. KSന്റെ ക്വസ്റ്റ്യൻ ആണ്. വൈൽഡ് ലൈഫ്, അതായത് നമ്മുടെ ഈ ലിറ്റിൽ റാൻ ഓഫ് കച്ചിലാണ് ഇത് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലിറ്റിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഏതാണ് വൈൽഡ് ആസ് സാങ്ച്വറി ഏതെന്നാണ്? കാട്ടുകഴുതകൾ അതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി ആൾസോ കാൾഡ് ആസ് ഗിബ് സാങ്ച്വറി എന്ന് പറയുന്നത് ലിറ്റിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ആസ്, അതായത് ഒരു പ്രൊട്ടക്ട് ചെയ്ത്, എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇക്വസ് ഹെമിയോസ്കൂറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതായത് ഇന്ത്യൻ വൈൽഡ് ആസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു സാങ്ച്വറി എന്ത് ചെയ്തിട്ടത് കൊണ്ടുവന്നിട്ടുള്ളത്. ദ സാങ്ച്വറി ഈസ് എ യൂണിക് എക്കോസിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സാൾട്ട് മാർഷ്, സെമി അരിഡ് സ്ക്രബ് ലാൻഡ് ആൻഡ് ഡെസേർട്ട്. റാൻ ഓഫ് കച്ച് ആകുമ്പോൾ അറിയാലോ, അവിടുത്തെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ചതുപ്പ് പ്രദേശം പോലെയാണ്. അപ്പൊ അത് ഈ ഒരു ജീവിക്ക് എന്താണ്, വളരാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റുമാണ്. ദ ഗീർ ഫോറസ്റ്റ് ഇൻ ഗുജറാത്ത് ഈസ് ദ ഓൺലി നാച്ചുറൽ ഹാബിറ്റ് ഓഫ് ഏഷ്യാറ്റിക് ലയൺ. അപ്പോൾ ഓരോ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടൊക്കെ നമ്മൾ ഓരോ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗീർ ഫോറസ്റ്റിൽ എന്താണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഗീർ ഫോറസ്റ്റിൽ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏഷ്യാറ്റിക് ലയനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്.
കേട്ടോ. വൈൽഡാസിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് രത്തൻപൂർ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട് ഓരോ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഏത് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ദ രത്തൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതും KSന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രത്തൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ. രാജസ്ഥാനിൽ തന്നെയാണ് ഏതും സ്ഥിതി ചെയ്യുന്നത്? രത്തൻപൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സവായി മാധോപൂർ ഡിസ്ട്രിക്ട്, അതായത് രാജസ്ഥാനിലെ സവായി മാധോപൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് രത്തൻപൂർ. ഒറിജിനലി ഇറ്റ് വാസ് ഹണ്ടിങ് ഗ്രൗണ്ട് ഫോർ ദ മഹാരാജ. ജയ്പൂർ മഹാരാജാവിന്റെ വേട്ടയാടാൻ ഇറങ്ങുന്ന സ്ഥലം അതാണ്, അല്ലെ, ഹണ്ടിങ് ഗ്രൗണ്ട് ആയിട്ടാണ് ഇവിടെ ഇത് ഉണ്ടായിരുന്നത്. ഒറിജിനലി അങ്ങനെയായിരുന്നു ഒരു സ്ഥലം. 1980 ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. രത്തൻപൂർ ഫോർട്ട് എന്ന് പറയുന്നതും രത്തൻപൂർ കോട്ട എന്ന് പറയുന്നതും ഈ ഒരു നാഷണൽ പാർക്കിന് ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ പാർക്ക് ഈസ് എ പാർട്ട് ഓഫ് ടൈഗർ റിസർവ് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യയുടെ ടൈഗർ റിസർവ് നെറ്റ്വർക്കിന്റെ ഒരു ഭാഗം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഈ രത്തൻപൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നാഷണൽ പാർക്ക് എന്നല്ല, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് എല്ലാം ഏത് സംസ്ഥാനത്തിലാണെന്ന് കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമ്മുടെ രാജസ്ഥാനിലുള്ള 5 ടൈഗർ റിസർവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി 5 നാഷണൽ പാർക്കുകളാണ് നോക്കുന്നത്. രത്തൻപൂർ നാഷണൽ പാർക്ക്, ഖിയോലാഡിയോ ഖാന നാഷണൽ പാർക്ക്, ഭരത്പൂർ ബേർഡ് സാങ്ച്വറി ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യുനെസ്കോ സൈറ്റ്, അതായത് പക്ഷി സങ്കേതം, യുനെസ്കോ സൈറ്റ് ഫോർ ബേർഡ്സ്, യുനെസ്കോ സൈറ്റിൽ വന്നിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഖിയോലാഡിയോ ഖാന, ഭരത്പൂർ പക്ഷി സങ്കേതം. ഡെസേർട്ട് നാഷണൽ പാർക്ക്, അല്ലെ, രാജസ്ഥാൻ ആകുമ്പോൾ ഡെസേർട്ട് ഉണ്ട്. അപ്പൊ ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് വാസ്റ്റ് ആൻഡിന്റെ താർ ഡെസേർട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള താർ ഡെസേർട്ടിലാണ്. മുകുണ്ട്ര നാഷണൽ പാർക്ക് അത് എന്താണ്? നിയർ കോട്ട. അതുപോലെ സരിസ്ക എന്താണ് വരുന്നത്? സരിസ്ക, എന്താ ഈ പിക്ചറിൽ നോക്കിയേ, സരിസ്ക ടൈഗർ റിസർവ്, ഖിയോലാഡിയോ ഖാന നാഷണൽ പാർക്ക്, രത്തൻപൂർ, ഡെസേർട്ട് നാഷണൽ പാർക്ക്, മുകുണ്ട്ര നാഷണൽ പാർക്ക്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സരിസ്ക ടൈഗർ റിസർവ് ഒക്കെ ഓർത്ത്. ഇതെല്ലാം 5 അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നാഷണൽ പാർക്കാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഏത് വർഷമായിരുന്നു? കമന്റ് ചെയ്യണം. അപ്പൊ നോക്കാം. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറിൽ 7ാമത്തെ, അതായത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടാണ്. ദ ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഡയറി ഫാം ഇൻസ്ട്രക്ടറിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. അത് തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ആൻസർ എ, ഉത്തർപ്രദേശ് ആണ്. ഇസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, കോൺട്രിബ്യൂട്ടിംഗ് ദ ഹയസ്റ്റ് ഷെയർ ടു ദ കൺട്രീസ് ടോട്ടൽ പ്രൊഡക്ഷൻ. അതായത് ഇവിടുത്തെ ഒരു ബൊവൈൻ പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ ഈ ഒരു കന്നുകാലികൾ എന്ന് പറയുന്നത് അവർക്ക് വളരാനായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അതായത് മിൽക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും വളരെ പോപ്പുലേഷൻ, ബൊവൈൻ പോപ്പുലേഷൻ കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷനിലും അവർ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ 2ാമത് വന്നിരിക്കുന്നത് രാജസ്ഥാനാണ് കേട്ടോ. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം പാലുൽപാദനത്തിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രാജസ്ഥാനാണ്. 3ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മധ്യപ്രദേശും, 4ാം സ്ഥാനം ഗുജറാത്ത് ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഉത്തർപ്രദേശ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഈ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ 2020 ചോദിച്ചു എന്നുള്ളതാണ്. മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോൾ ഫോർമേഷൻ. കോൾ ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്നാണ്. അതായത് കോൾ ഫോം ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ 1ാമത് ഒരു സ്റ്റേജ് ഉണ്ടാവും, 2ാമത് ഒരു സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിഗ്നൈറ്റ്, ഓപ്ഷൻ ബി ബിറ്റൂമിനസ്, ഓപ്ഷൻ സി പീറ്റ്, ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ഇത് കെമിസ്റ്റ് എക്സാമിനാണ് ചോദിച്ചിരിക്കുന്നത്. 2020 നടന്ന കെമിസ്റ്റ് എക്സാമിനാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ കെമിസ്റ്റ് ആ ഒരു തസ്തികയിലേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൾ ഫോർമേഷന്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ സ്റ്റേജിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളാണ് ആദ്യത്തേതാണ് ഏതെന്ന് പറയുന്നത് പീറ്റ് എന്ന് പറയുന്നത്. ആദ്യത്താണ് പീറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാം അറിയാവുന്ന ബ്രൗൺ കോൾ, അതായത് ആ ഒരു ബ്രൗൺ കളറിൽ വരുന്ന കോൾ, അതാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ നടക്കും തോറും ഇവര് എന്തായി, അതായത് കാർബണിന്റെ കണ്ടന്റ് കൂടിയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിൽ 4ാമത്തെ അയളായിട്ടുള്ള ആന്ത്രസൈറ്റ് എത്തുമ്പോൾ എന്താണ്, ഇതിന്റെ കാർബണിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. അതുപോലെ ഇതിന്റെ കട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹയസ്റ്റ് ഗ്രേഡ് കോളും ആയിരിക്കും. നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് കോൾ എന്ന് പറയുന്നത് ഏതാണ്, ഹാർഡ് കോൾ എന്നൊക്കെ പറയുന്നത് ബ്രൗൺ കോൾ ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷനിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പീറ്റും,
രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലിഗ്നൈറ്റും, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിറ്റൂമിനസും, നാലാമത്തെ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന ആന്ത്രസൈറ്റും ആണ്. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ ഈസ് ദ സ്ലോ ജിയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് dead plant matter buried under the sediments is transformed into coal due to increasing pressure, temperature and time. അതായത് പ്രഷറും ടെമ്പറേച്ചറും ഈ ഒരു സമയവും ഇങ്ങനെ കൂടി വരും തോറും നമുക്കറിയാം കോൾ ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് ഫോസിൽസിൽ നിന്നാണെന്നൊക്കെ നമുക്കറിയാം. അതായത് പഴയ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ് നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാറ്റം ചെറിയ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ജിയോളജിക്കൽ, പെട്ടെന്നൊന്നും നടക്കുന്നതല്ല, വർഷങ്ങളെടുത്ത് നടക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ജിയോളജിക്കൽ പ്രോസസ്സിൽ കൂടി ഈ ഒരു ഡെഡ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കോളായിട്ട് മാറും. അത് ടെമ്പറേച്ചറും പ്രഷറും ടൈം ഒക്കെ കൂടുന്നതിനനുസരിച്ച് എന്താണ് ഇതൊരു കോളായിട്ട് മാറും. ഈ കോൾ ഫോർമേഷൻ്റെ അതായത് ക്വാളിഫിക്കേഷൻ്റെ സമയത്ത് പല സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ആണ് പീറ്റും ലിഗ്നൈറ്റും ബിറ്റൂമിനസും ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പീറ്റ് നോക്കാം. പാർഷ്യലി ഡീകമ്പോസ്ഡ് പ്ലാന്റ് റിമെയിൻസ് ഇൻ സ്വാമ്പി ഏരിയാസ് ആണ് പീറ്റ് എന്ന് പറയുന്നത്. ലോ ഗ്രേഡ് ബ്രൗൺ കോൾ വിത്ത് മോർ കാർബൺ ആണ് ഏതെന്ന് പറയുന്നത്, ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് കാർബൺ കണ്ടന്റ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിറ്റൂമിനസ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ വൈഡ്ലി യൂസ്ഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്, ബിറ്റൂമിനസ് ആണ്. ഇതിൽ തന്നെ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്, ഹാർഡ് കോൾ മാക്സിമം കാർബൺ കണ്ടന്റ് ഉള്ളത് ഏതാണ്, ആന്ത്രസൈറ്റ് ആണ്. അപ്പൊ അതൊക്കെ ഓർമ്മിച്ചിരിക്കാൻ ഞാൻ ഈ പറഞ്ഞതെല്ലാം മുന്നേ ഉള്ള എക്സാമുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ബ്രൗൺ കോള്, ഹാർഡ് കോള് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ആ ഒരു പീറ്റ് എൻ്റെ ഫോർമേഷൻ കണ്ടോ, പീറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ലിഗ്നൈറ്റ്, പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് ബിറ്റൂമിനസിൻ്റെ ഒരു സബ് ബിറ്റൂമിനസ് ആന്ത്രസൈറ്റ് ആയപ്പോൾ കാർബൺ കണ്ടന്റ് കൂടി ഹാർഡ് ആയിട്ടുള്ളൊരു കോള് കണ്ട. ടെമ്പറേച്ചറും പ്രഷറും ഹീറ്റും കൂടുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റേജസിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റും ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റും ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് സ്റ്റീൽ പ്ലാന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ സ്റ്റീൽ പ്ലാന്റുകളെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് വർഷമാണ്, ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്, ഏത് സംസ്ഥാനത്താണ്, ഏത് സ്റ്റേറ്റിലാണ് ഈ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യക്തമായി നോക്കിയിട്ട് തന്നെ പോകണം. ഇത് എക്സാമിന് ചോദിക്കും. ഇത് 2020 പോലീസ് കോൺസ്റ്റബിൾ IRBക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് അല്ലെ. ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭിലായി സ്റ്റീൽ പ്ലാന്റ്, ഇത് LP സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭിലായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് അല്ലെ, ഛത്തീസ്ഗഡിലാണ്. അപ്പൊ ജാർഖണ്ഡും പറഞ്ഞു നമ്മൾ, ഛത്തീസ്ഗഡ്, ഭിലായി ഛത്തീസ്ഗഡ്, ബൊക്കാറോ ജാർഖണ്ഡും പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ഇരുമ്പുരുക്കുശാല, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതുപോലെ അതിന്റെ പ്രത്യേകത എന്തെങ്കിലും പെക്യുലാരിറ്റീസ് ഉണ്ടോ, ഏത് വർഷം, ഏത് വിദേശ ശക്തിയുടെ സഹായത്തോടു കൂടി, വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടി എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ഇനി ഏത് വിദേശ ശക്തിയായിരുന്നു? 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. ഏതാണ്? റഷ്യയുടെ. ഈ റഷ്യയുടെ തന്നെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഭിലായി വന്നിട്ടുള്ളത്. ഭിലായി ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് 1959. അപ്പൊ ഇതിൽ നമ്മൾ വർഷം നോക്കുവാണെങ്കിൽ 59 2 1962 ഒരെണ്ണവും 1964 ഒരെണ്ണം. 59 2 എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഭിലായിയും റൂർക്കേല, ഭിലായിയും അതുപോലെ തന്നെ ഏതാണ്? റൂർക്കേല, ഭിലായി റൂർക്കേല. പണ്ട് റൂർക്കേല ഓർമ്മിക്കാനായിട്ട് റൂർ ഓർ ജർ എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാറുണ്ട് അല്ലേ. റൂർ ഓർ ജർ, അതായത് ഇപ്പൊ ഒഡീഷയായി, പക്ഷെ ഒറീസ എന്ന് മുന്നേ നമ്മൾ പറയാം. അപ്പൊ റൂർ ഓർ ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂർക്കേല ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നോക്കിക്കേ, ഭിലായും റൂർക്കേലയും 1959, റൂർക്കേല ആണെങ്കിൽ ഒഡീഷയിൽ റൂർ ഓർ ജർമ്മനിയുടെ സഹായത്തോടു കൂടി 59. ഈ 59 തന്നെ റഷ്യയുടെ സഹായത്തോടു കൂടി ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഏതെന്ന് പറയുന്നത് ഭിലായി വന്നിട്ടുള്ളത്. ഇനി അടുത്തത് 1962 UK അല്ലെ ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ടുള്ളതാണ് ഏത്? ദുർഗാപൂർ എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ തന്നെ ദുർഗാപൂർ എന്ന്, അതായത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂരിൽ തന്നെയാണ്. ഇത് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദേശാധിപത്യം, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിദേശാധിപത്യം കൊൽക്കട്ടയിൽ നന്നായിട്ട് ആദ്യം അവരവിടെയാണ് ആധിപത്യം സ്ഥാപിച്ച് പിന്നെ അത് ഇന്ത്യ മുഴുവനായി എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ബ്രിട്ടൻ കൊൽക്കട്ടയിൽ വന്നു, ദുർഗാപൂർ, അതുപോലെ ദുർഗാ പൂജയൊക്കെ നടക്കുന്നത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇത് ഓർക്കുക. ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ, ബ്രിട്ടന്റെ സഹായം 1962. അപ്പോൾ 1959 രണ്ടെണ്ണമുണ്ട്, 1962 ഒരെണ്ണമുണ്ട്, 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റും ഉണ്ട് അല്ലെ. ബൊക്കാറോ എന്ന് പറയുന്നത് റഷ്യ, ഭിലായ് എന്ന് പറയുന്നതും റഷ്യയാണ്. ഇനി റഷ്യയും റഷ്യയുടെ രണ്ടെണ്ണവും അതുപോലെ തന്നെ 1959 ഭിലായും റൂർക്കേലെ. അപ്പോൾ വർഷം, ഏത് സ്ഥലം, ആരാ സഹായിച്ചത്, ഇതെന്തായാലും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് ഇരുമ്പുരുക്ക് ശാലകൾ, അതായത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയുണ്ട്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. അടുത്ത ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ്. ഇനി അടുത്ത ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇന്ത്യൻ ISCO അല്ലെ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കുൾട്ടി ബർൺപൂർ ഹിരാപൂർ, വെസ്റ്റ് ബംഗാളിലെ കുൾട്ടി ബർൺപൂർ ഹിരാപൂർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അപ്പൊ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് നമ്മൾ ടിസ്കോ പറഞ്ഞത് കേട്ടോ. അപ്പൊ സ്വകാര്യ മേഖലയും പൊതുമേഖലയും നന്നായിട്ട് നോക്കുക. ഇത് തന്നെ പൊതുമേഖലയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്കാണ് നമ്മൾ പറഞ്ഞത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ എപ്പിസോഡിന്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാർജസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ മിനറൽസ് ഒക്കെ പഠിക്കുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ജോഗ്രഫിയിൽ കുറേ പോർഷൻ, ഇപ്പോൾ നാഷണൽ പാർക്ക് ആണെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഏത് സംസ്ഥാനം, ടൈഗർ റിസർവ് ഒക്കെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈഗർ റിസർവുകളൊക്കെ ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളത് വ്യക്തമായി നോക്കി വെക്കുക. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ, അത് പഠിച്ച് വെക്കേണ്ടത് KS വരെ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലാർജസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഓറാണ്. ഏതെന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ഓറാണ്. അപ്പൊ ബോക്സൈറ്റ് ഈസ് ദ ചീഫ് ഓർ ഓഫ് അലൂമിനിയം. ഒഡീഷ ഇസ് ദ ലാർജസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്. ഇത് ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉൽപാദനം വരുന്നത് ഇത് ഒഡീഷ എന്നുള്ളതല്ല, പല സംസ്ഥാനത്തിൻ്റെയും. ഇപ്പം നമ്മളിപ്പോൾ പാലിന്റെ ഉൽപാദനം നമ്മൾ പറഞ്ഞില്ല, അതുപോലെ ഈ മിനറൽസിന്റെയും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇറ്റ് ഹാസ് വെരി ലാർജ് റിസർവ് ഓഫ് ഹൈ ഗ്രേഡ് ബോക്സൈറ്റിന്റെ വലിയൊരു റിസർവ് തന്നെയുണ്ട്. മേജർ ഡിപ്പോസിറ്റ്സ് ആർ ഫൗണ്ട് ഇൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ച് പത്മാലി, കെരാപുട്ട് എന്നൊക്കെ ചില സ്ഥലത്ത് കണ്ടിട്ട്, കൊരാപുട്ട്, പിന്നെ അതുപോലെ തന്നെ കലഹാണ്ടി, രായഗഡ, സാമ്പൽപൂർ. ഇതൊക്കെയാണ് പ്രധാന ഡിപ്പോസിറ്റ്. ഈ ഡിപ്പോസിറ്റുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കട്ടോ. കലഹാണ്ടി, രായഗഡ, സാമ്പൽപൂർ, കൊരാപുട്ട് കേട്ടോ. കൊരാപുട്ട്, പഞ്ച് പത്മാലി, കൊരാപുട്ട്, ഇവിടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റുകൾ, മേജർ ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ ഇവിടെ ഒറീസയിൽ. അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ചീഫ് ഓറാണെന്ന് നമ്മൾ പറഞ്ഞു, അലൂമിനിയത്തിന്റെ ചീഫ് ഓറാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അതായത് 11 ക്വസ്റ്റ്യൻ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ 11 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഇനി 2020 ഇന്ത്യൻ ജോഗ്രഫിയുടെ 9 ക്വസ്റ്റ്യൻസും കൂടിയാണ് ഉള്ളത്. ആ 9 ക്വസ്റ്റ്യൻസ് അതിന്റെ എക്സ്പ്ലനേഷനും കൂടി അടുത്തൊരു എപ്പിസോഡോടുകൂടി നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി 2020 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.